ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? അനുനക്കി? എന്നാ നക്കിയതൊന്നുമല്ല, അനുനാക്കി. 1843 മാർച്ച് 23 ഇറാഖിലെ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമല്ലോ, നിങ്ങൾക്ക് ഡാർക്ക് മൂഡ് തന്നെ വേണം. ഇപ്പം അതല്ലേ ട്രെൻഡ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നാ പിടിച്ചോ. 1843 മാർച്ച് 23 ഇറാഖിലെ ഖൊർഷാബാദിൽ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിരുന്ന പോൾ എമിലോ ബോട്ടയുടെ നേതൃത്വത്തിൽ കുറേ ആളുകൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പുരാതന അസിറിയൻ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകളിലായിരുന്നു അവർ പരിവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ വർഷങ്ങളായി മണ്ണിനടിയിൽ മറഞ്ഞു കിടന്നിരുന്ന അനേകം സുമേറിയൻ എഴുത്തുകളുള്ള വലിയ ഫലകം അവർക്ക് ലഭിച്ചു. അതിലെ എഴുത്തുകൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സംസ്കാരത്തെ പറ്റിയും വളരെ ശക്തരായിരുന്ന ചില ജീവികളെ പറ്റിയുമുള്ള വിവരങ്ങളായിരുന്നു. അനുനാക്കി, സുമേറിയൻസ്, അക്കാഡിയൻസ്, അസീറിയൻസ്, ബാബിലോണിയൻസ്. ഈ പുരാതന സംസ്കാരങ്ങളിലെ ദേവന്മാരായിരുന്നു അനുനാക്കി. കാലാകാലങ്ങളായി അനേകം സംസ്കാരങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ അനുനാക്കികളെക്കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന യഥാർത്ഥ സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യുക. അനുനാക്കി യഥാർത്ഥത്തിൽ ആ കാലത്ത് ഈ വാക്കിൻ്റെ അർത്ഥം ആകാശത്ത് ഉള്ളവർ എന്നായിരുന്നു. ഭൂമിയിലെ പല സംസ്കാരങ്ങളുടെയും തുടക്കക്കാർ അഥവാ സഹായികൾ അനുനാക്കികൾ ആയിരുന്നുവെന്നാണ് കരുതുന്നത്. തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്ന അനുനാക്കികൾ വേറെ ഏതോ ലോകത്തു നിന്ന് വന്നവരെ പോലെ തോന്നിച്ചിരുന്നു. 30 വർഷമായി സുമേറിയൻ കുനിഫോം ടാബ്ലറ്റുകൾ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സക്രിയ സ്വിച്ചിൻ എന്ന ഗവേഷകൻ 1976 ഒരു പുസ്തകമിറക്കി, ദ 12th പ്ലാനറ്റ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് സുമേറിയൻ ദൈവങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊരു ലോകത്തിൽ നിന്നും ഉള്ള അഭയാർത്ഥികൾ ആണ് എന്നാണ്. ഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം അന്യഗ്രഹത്തിൽ നിന്നുള്ള സന്ദർശകരായ അനുനാക്കികളാണ് മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ DNA ഒരു ആകൃതി കാണാം. അനുനാക്കികൾ ഭൂമിയിലേക്ക് വരികയും മനുഷ്യരെ അവരുടെ രൂപത്തിലും ഭാവത്തിലും സൃഷ്ടിച്ചത്രേ. 4000 BC-ക്കും 3000 BC-ക്കും ഇടയിൽ നമ്മുടെ പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ വളർന്നു വന്ന ഒരു വലിയ സംസ്കാരമായിരുന്നു സുമേറിയൻ സംസ്കാരം. 2000 BC-യിൽ അതിലെ ചില ഭാഗങ്ങൾ ബാബിലോൺ എന്നറിയപ്പെട്ടു. 2 നദികൾക്കിടയിലുള്ള നാടിനെ ഗ്രീക്കുകാർ മെസപ്പൊട്ടോമിയ എന്നും വിളിച്ചു. ഇന്നത്തെ ഇറാഖിലായിരുന്നു ഈ സ്ഥലങ്ങൾ ഏറെയും. നമുക്ക് ലഭ്യമായ അറിവ് വെച്ച് ലോകത്തിലെ ആദ്യ സിവിലൈസേഷൻ ആണിത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സൂര്യനും അതിനു ചുറ്റുമുള്ള 11 ഗ്രഹങ്ങളും കാണാം. അത്രയ്ക്ക് ജ്ഞാനം അന്നവർക്കുണ്ടായിരുന്നു. സക്കറിയയുടെ നിരീക്ഷണത്തിൽ ഹോമോ എറക്ടസ് എന്ന നമ്മുടെ പൂർവികർ എന്ന് വിശ്വസിക്കുന്ന ജീവിയിൽ ഒരു ജനിതക മാറ്റം വരുത്തിയാണ് അനുനാക്കികൾ അവരെ മനുഷ്യരാക്കി മാറ്റിയതത്രേ. അങ്ങനെ ജനിതക മാറ്റത്തോടെ നിർമ്മിച്ച ഹോമോ സാപ്പിയൻസിനെ അവർ ഭൂമിയിലെ അടിമകളാക്കി സ്വർണം ഖനനം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മളിൽ ചിലർക്ക് ഗോൾഡ് ഡിഗിങ് സ്വഭാവം ഉള്ളത്. ഹോമോ എറക്ടസിൽ ഉപയോഗിച്ചത് ഭൂമിക്ക് വെളിയിൽ നിന്നുള്ള ജീനുകൾ ആയിരുന്നത്രേ. അതുകൊണ്ടാണ് മനുഷ്യന് ഇത്രയും ബുദ്ധി ഉണ്ടായത്. മനുഷ്യനെ ഉണ്ടാക്കിയ അനുനാക്കി മനുഷ്യർക്കിടയിൽ നിന്നും രാജാക്കന്മാരെ തെരഞ്ഞെടുത്തു. ജനങ്ങൾക്കും അനുനാക്കികൾക്കും ഇടയിൽ നിന്നിരുന്ന മീഡിയേറ്ററുകളായിരുന്നു രാജാക്കന്മാർ. 4,50,000 വർഷങ്ങൾക്ക് മുൻപാണ് അനുനാക്കി ആദ്യമായി ഭൂമിയിൽ എത്തുന്നത്. അവരുടെ ലക്ഷ്യം ഗോൾഡ് തന്നെയായിരുന്നു. അങ്ങനെ ആഫ്രിക്കൻ വൻകരകളിൽ നിന്ന് അവർ മനുഷ്യനെ ഉപയോഗിച്ച് സ്വർണം ഖനനം ചെയ്തു. ഇനി അനുനാക്കി എവിടെ നിന്ന് വന്നവരാണ്? അവർക്ക് എന്തിനാണ് ഇത്രയും സ്വർണം? നമ്മുടെ സൗരയൂഥത്തിനുള്ളിലൂടെ സഞ്ചാരപഥമുള്ള ഒരു ഗ്രഹമാണ് നിബ്രു. 3600 വർഷം കൂടുമ്പോഴാണ് നിബ്രു ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുന്നത്. ഈ ഗ്രഹത്തിൽ നിന്നുള്ള ഹൈ റാങ്കിൽ ഉള്ള ചില ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു അനുനാക്കികൾ. അനുനാക്കികൾ ദൈവങ്ങളല്ല. മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലെ സ്വർണം അടിച്ചു മാറ്റാൻ വന്ന വെറും ഉദ്യോഗസ്ഥർ മാത്രമാണവർ. എന്നാൽ ബുദ്ധിയിലും പരിജ്ഞാനത്തിലും നമ്മെ കടത്തിവിട്ടുന്നവർ ആയതുകൊണ്ട് നമ്മുടെ പൂർവികർ അവരെ ദേവന്മാരായിട്ട് കണ്ട് ആരാധിച്ചിരിക്കാം. ഇനിയാണ് മൾട്ടി മില്യൺ ചോദ്യം. അവർക്ക് എന്തിനായിരുന്നു ഇതിന് മാത്രം സ്വർണം? യഥാർത്ഥത്തിൽ അവർക്ക് സ്വർണം കൊണ്ട് വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ പ്ലാനറ്റായ നിബ്രു സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സ്വർണം വേണ്ടിയിരുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ ചുമ്മാ വാരി വലിച്ച് ദേഹത്ത് അണിയാനൊന്നുമല്ല. നിബ്രു അഥവാ പ്ലാനറ്റ് എക്സിൻ്റെ സഞ്ചാരപാത വളരെ വിചിത്രമായതാണ്. വളരെ ഇടുങ്ങിയതും അതേസമയം വളരെ നീളവുമുള്ളതുമായ ഒരു വിചിത്രമായ പഥമായിരുന്നു അത്. അങ്ങനെ പ്രകൃത്യാ സംഭവിച്ചതും ന്യൂക്ലിയർ യുദ്ധങ്ങൾ മൂലവും നിബ്രുവിൻ്റെ അകക്കാമ്പിൻ്റെ താപനിലയിൽ മാറ്റമുണ്ടാവുകയും പ്ലാനറ്റിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്തു. അവരുടെ ഹോം പ്ലാനറ്റായ നിബ്രു സംരക്ഷിക്കുവാൻ അവരുടെ മുൻപിൽ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു ഗോൾഡ് പാർട്ടിക്കിൾസ് കൊണ്ടുള്ള ഷീൽഡ് നിർമ്മിക്കുക. അതിനായിട്ടായിരുന്നു അവർ ഭൂമിയിലേക്ക് വന്നത്.
അങ്ങനെ സുമേറിയയിലും ഈജിപ്തിലെയും ദേവന്മാർ ഭൂമിയിൽ നിന്നും കാലങ്ങളായി സ്വർണം കടത്തിയിരുന്ന അനുനാക്കി മൈനിങ് ഏജന്റുകൾ ആയിരുന്നു. ഇവയെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് അനുനാക്കികൾ ഒരിക്കൽ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നാണ്. നിബ്രു എന്ന ഗ്രഹം ഭൂമിക്കടുത്തുകൂടെ സഞ്ചരിക്കുമ്പോഴാണ് പണ്ട് വലിയ വെള്ളപ്പൊക്കം നോഹയുടെ കാലത്ത് നടന്നതെന്ന് ചിലർ വാദിക്കുന്നു. ഇനിയും ആ ഗ്രഹം നമ്മുടെ അടുത്തേക്ക് വന്നാൽ അതുപോലെ തന്നെ സംഭവിക്കും. വലിയ വെള്ളപ്പൊക്കത്തിൽ അനേകം വൻകരകൾ നശിക്കും. ഭൂമിയിലെ ജീവൻ തന്നെ അപകടത്തിലാവും. അനുനാക്കികളുടെ അസ്തിത്വത്തെ ബലപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും തെളിവുകൾ നമുക്ക് ലഭ്യമാണോ? ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി 6:4 ഒരു വാക്യം ഇങ്ങനെയാണ്: അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. അവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. 2013 ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ആൽബർട്ട് പെറി എന്ന വ്യക്തി ഫാമിലി ട്രീ എന്ന കമ്പനിയിൽ തന്റെ വംശാവലിയെപ്പറ്റി അറിയുവാനായിട്ട് DNA സമർപ്പിച്ചു. സാധാരണ നടത്തുന്നത് പോലെയുള്ള DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ജനറ്റിക് ടെസ്റ്റിംഗ് കമ്പനിയിലെ ടെക്നീഷ്യൻസ് ആണ് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത കണ്ടെത്തിയത്. ആൽബർട്ട് പെറിയിൽ മറ്റാരിലും കണ്ടിട്ടില്ലാത്ത ഒരു Y ക്രോമസോമിനെ കണ്ടെത്തി. മെയിൽ സെക്സിന്റെ ഹെറിഡിറ്ററി ഫാക്ട് നിർണ്ണയിക്കുന്ന ക്രോമസോമാണ് Y ക്രോമസോം. പരീക്ഷണത്തിൽ മനസ്സിലായത് ആൽബർട്ട് പെറിയുടെ പൂർവികർ ഏകദേശം 3,34,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരായിരുന്നു അത്രേ. തങ്ങളുടെ കമ്പനിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ Y ക്രോമസോംസും ഏകദേശം 60,000 തൊട്ട് 1,40,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആദാം എന്ന ഒരു കോമൺ മാനിൽ നിന്നുള്ളതാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ എല്ലാ ഹോമോസേപ്പിയൻസിൽ നിന്നുമുള്ള Y ക്രോമസോമിന്റെ വിവരങ്ങൾക്ക് വിപരീതമായി കരുതിയിരുന്നതിലും ഇരട്ടി വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യനെ ശാസ്ത്രലോകം കണ്ടെത്തുകയാണ് ചെയ്തത്. ആദമിനും ഈവിനും മുൻപ് ഇവിടെ മനുഷ്യനുണ്ടായിരുന്നോ? അനുനാക്കികൾക്ക് ഇവയിൽ എന്തെങ്കിലും പങ്കുണ്ടോ? 1843 ഇറാഖിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞു വന്ന ആ വലിയ ഫലകമുണ്ടല്ലോ, ഈ സംശയത്തെ ഏറെക്കുറെ മാറ്റുന്നതായിരുന്നു അതിലെ വിവരങ്ങൾ. സുമേറിയൻ ക്യൂനിഫോമിൽ കണ്ടെത്തിയ കിങ്സ് ലിസ്റ്റ് ഗവേഷകരിൽ അത്ഭുതം ഉണ്ടാക്കുന്നതായിരുന്നു. ഈ എഴുത്തുകൾ പ്രകാരം മനുഷ്യന്റെ വാസം ഭൂമിയിൽ ഉണ്ടായത് 2,66,000 വർഷങ്ങൾക്ക് മുൻപാണത്രേ. പക്ഷെ മോഡേൺ സയന്റിസ്റ്റുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മനുഷ്യകുലം ഉണ്ടായത് 2,00,000 വർഷങ്ങൾക്ക് മുൻപാണെന്നാണ്. അതുമാത്രമല്ല, സിവിലൈസേഷനുകളും രാജാക്കന്മാരും വലിയ പട്ടണങ്ങളുമുള്ള സംസ്കാരങ്ങളെല്ലാം തുടങ്ങിയിട്ട് 6,000 തൊട്ട് 7,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അവയെ എല്ലാം തിരുത്തി സുമേറിയൻ കിങ്സ് ലിസ്റ്റ് 2,66,000 വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. എന്നാൽ ഈ എഴുത്തുകൾ പ്രകാരം മനുഷ്യർക്ക് അന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അധികം ആയുർദൈർഘ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നു മുതലാണ് മനുഷ്യന്റെ ആയുസ് കുറഞ്ഞത്? 36,000 വർഷങ്ങൾ വരെ ജീവിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റി ഈ കിങ്സ് ലിസ്റ്റിന്റെ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് 6:3 മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലേ? എങ്കിലും അവന്റെ ആയുസ് 120 സംവത്സരം ആകും. മനുഷ്യരുടെ ആയുസ് ഈ പറഞ്ഞതുപ്രകാരം ഒരിക്കൽ ചുരുക്കിയതാണ് എന്ന് പറഞ്ഞാൽ DNA-യിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് സാരം. അനുനാക്കികൾ ദൈവങ്ങളല്ല എന്ന് നമ്മൾ കേട്ടു. പക്ഷെ അവർ അതീവ ജ്ഞാനികളായിരുന്നു. അനുനാക്കികൾ ദൈവം അല്ലെങ്കിൽ അവർക്കും മുകളിലുള്ള ശക്തി ഏതാണ്? അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ദൈവം.